പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ കോളും മെസ്സേജും ഒക്കെ ആരുടെയാണ്? ഒരു സംശയമില്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ അല്ലേ? എന്നാൽ ഒരാൾ എപ്പോഴും ഒരേ കാര്യം തന്നെ പറയുന്നു, ഒരേപോലെ തന്നെ പറയുന്നു. എപ്പോൾ കണ്ടാലും എപ്പോൾ വിളിച്ചാലും എപ്പോൾ വന്നാലും ഒരേ കാര്യം പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരാളുടെ സംസാരം നമുക്ക് ഇഷ്ടാവോ? ഇഷ്ടാകും. അയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ എത്ര നേരവും നമ്മൾ കേട്ടിരിക്കും അല്ലേ? ഒരു കഥ പറയാം. രണ്ടാളുകൾ ഒരു യാത്രയിലാണ്. സന്യാസിമാരാണ് രണ്ടാളും. നടന്നങ്ങനെ പോകുമ്പോഴാണ് മുന്നിലൊരു പുഴ. നെഞ്ചോളം വെള്ളമുണ്ട്. രണ്ടാളും പുഴ കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് വേറെ ഒരാളെ ശ്രദ്ധിച്ചത്. പുഴ കടക്കാൻ കഴിയാതെ പേടിച്ചു നിൽക്കുന്ന ഒരു യുവതിയാണ്. സുന്ദരിയാണ്. അവളെ സഹായിക്കണോ? ഒരു സന്യാസി അവളെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾക്ക് വലിയ സന്തോഷമായി. അയാൾ അവളെ കോരിയെടുത്ത് പുഴ കടന്നു. രണ്ടാളും യാത്ര തുടർന്നു. ദീർഘദൂരം പിന്നിട്ടു. മറ്റേ സന്യാസി ഉണ്ടല്ലോ, അയാളിപ്പോൾ അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്തോ ദേഷ്യമുള്ള പോലെ. കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നാലും ആ പെണ്ണിനെ നിങ്ങൾ തൊട്ടതും കോരിയെടുത്തതൊന്നും ശരിയായില്ല. അതൊക്കെ നമ്മുടെ സന്യാസ നിഷ്ഠയ്ക്ക് എതിരായ കാര്യമല്ലേ? അത് കേട്ടപ്പോൾ സന്യാസി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ചങ്ങാതി, ഞാൻ അവളെ തൊട്ടതും കോരിയെടുത്തതും ഒക്കെ അപ്പോഴത്തെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവളെ സഹായിക്കാനാണ്. പുഴ കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചു. പക്ഷേ നിങ്ങളിപ്പോഴും അവളെ കൊണ്ടു നടക്കുകയാണല്ലോ. ഇനി താഴെ വെച്ചോളൂ. ഇനിയെങ്കിലും താഴെ വെക്കേണ്ട ചിലതൊക്കെ ഇല്ലേ നമ്മുടെ ചുമലിലും? ഏതെങ്കിലും ഒരു കടവിൽ ഉപേക്ഷിക്കാമായിരുന്നിട്ടും ഇത്രയും ദൂരം കൊണ്ടങ്ങനെ നടക്കുന്ന ചില ഓർമ്മകളുടെ ചുമടുകൾ. ബുദ്ധ പറയുന്നുണ്ട്, 3 കാര്യങ്ങളെ പ്രധാനമായുള്ളൂ. സ്നേഹിച്ചപ്പോൾ എത്ര നന്നായി സ്നേഹിച്ചിട്ടുണ്ട്, എത്ര രസമായിട്ട് ജീവിച്ചിട്ടുണ്ട്. പിന്നെ പോകാൻ ആഗ്രഹിച്ച ഒരാളെ എത്ര വൃത്തിയായി പോകാൻ അനുവദിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ വിട്ടേക്ക്. പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ വിട്ടുകളയാൻ, മറക്കാൻ. പക്ഷെ മറക്കാനേ ഒരേ ഒരു വഴി എന്താണെന്നറിയോ? പുതിയ ഓർമ്മകൾ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴും ഒരേ കാര്യം തന്നെ പറയുന്ന ഒരാളുടെ സംസാരം നമുക്ക് ഇഷ്ടാകുമോന്ന്. അതാരാണെന്നറിയോ? അത് പോയ കാലമാണ്. അയാൾക്ക് പുതിയതായി ഒന്നും നമ്മളോട് പറയാനില്ല. അതുകൊണ്ട് പോയ കാലം വിളിക്കുമ്പോൾ ആ ഫോൺ എടുക്കരുത്.